Hi everybody, welcome back to another class of IPC. In this video, we shall discuss the theories of punishment. First of all, let's see what is the meaning of punishment. Punishment means the suffering in person or property inflicted by the state on the offender under the established criminal law. ഒരു റോങ് ഡൂവർ അല്ലെങ്കിൽ ഒഫൻഡറിന് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിയിലോ സ്റ്റേറ്റ് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന, സ്റ്റേറ്റ് ഏർപ്പെടുത്തുന്ന സഫറിങ്ങിനെയാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റേറ്റ് സഫറിങ് ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു അടിസ്ഥാനം എന്താണ്? ക്രിമിനൽ ലോയുടെ ആധാരത്തിൽ. ക്രിമിനൽ ലോ പ്രകാരം ഒരു റോങ് ഡൂവർ അല്ലെങ്കിൽ ഒഫൻഡറിന് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിയിലോ സ്റ്റേറ്റ് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന സഫറിങ്ങിനെയാണ് നമ്മൾ പണിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺസ് അഗെയിൻ, പണിഷ്മെന്റ് മീൻസ് സഫറിംഗ് ഇൻ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഇൻഫ്ലിക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഓൺ ദി ഒഫൻഡർ അണ്ടർ ദി എസ്റ്റാബ്ലിഷ്ഡ് ക്രിമിനൽ ലോ whenever a person violates the rules of the society. He is inflicted with punishment in order to maintain peace and order of the society. The penal treatment is based on 5 major theories: Retributive Theory, Deterrent Theory, Preventive Theory, Reformative Theory and Compensatory Theory. Retributive Theory. Retribution എന്നാൽ vengeance, പ്രതികാരം, റിറ്റാലിയേഷൻ, അതായത് റിറ്റാലിയേഷൻ എന്ന കൗണ്ടർ അറ്റാക്ക്. സോ പ്രതികാരം, വെഞ്ചൻസ്, റിറ്റാലിയേഷൻ, കൗണ്ടർ അറ്റാക്ക്, പ്രത്യാക്രമണം എന്നൊക്കെയാണ് റെട്രിബ്യൂഷൻ എന്ന വേർഡിൻ്റെ മീനിങ്. ഈ റെട്രിബ്യൂട്ടീവ് തിയറി അല്ലെങ്കിൽ പ്രൈവറ്റ് വെഞ്ചൻസ് എന്നത് ഏൻഷ്യൻ ഡേയ്സിൽ വളരെ കോമൺ ആയിരുന്നു. പണ്ട് കാലത്തൊക്കെ ഒരാൾ മറ്റൊരാളെ അറ്റാക്ക് ചെയ്താൽ, അതുപോലെ ഇഞ്ചുറി ചെയ്താൽ ബാധിക്കപ്പെട്ട ആൾ ഈ ഇഞ്ചുറിക്ക് കാരണക്കാരനായ ആൾക്ക് അതേ രീതിയിൽ തിരിച്ച് ഇഞ്ചുറി ഇൻഫ്ലിക്റ്റ് ചെയ്യും. സോ ഇൻഫ്ലിക്റ്റിംഗ് സിമിലർ ഇഞ്ചുറി, അതേ രീതിയിലുള്ള ഒരു ഇഞ്ചുറി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു റെട്രിബ്യൂട്ടീവ് തിയറിയുടെ ഒരു പ്രിൻസിപ്പിൾ. കണ്ണിന് കണ്ണ്, ഐ ഫോർ ആൻ ഐ ആൻഡ് എ ടൂത്ത് ഫോർ എ ടൂത്ത്, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികാരത്തോട് കൂടിയിട്ടുള്ള ഒരു പണിഷ്മെന്റ് രീതിയാണ് റെട്രിബ്യൂട്ടീവ് തിയറി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ മറിച്ചൊരു തെറ്റ് കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു തിയറി ഉള്ളത്. റെട്രിബ്യൂട്ടീവ് തിയറി, റെട്രിബ്യൂഷൻ മീൻസ് വെഞ്ചൻസ് ഓർ റിറ്റാലിയേഷൻ. It was common in ancient days. According to this theory, when a man injured another, he took revenge on the person causing injury by inflicting a similar injury. That is, an eye for an eye and a tooth for a tooth. The principle behind this theory is when a crime is committed, punishment is inflicted to set it right. Second one, deterrent theory. Deterrence means to frighten, discourage, അതായത് ഭയപ്പെടുത്തുക, നിരാശപ്പെടുത്തുക. ഡെറ്ററന്റ് തിയറി പ്രകാരം ലോയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആളുകളെ ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്നും ഫ്രൈറ്റൻ ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒഫൻഡേഴ്സിന് കൊടുക്കുന്ന സഫറിങ്സ് ഒരു സൊസൈറ്റിക്കുള്ള എക്സാമ്പിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒഫൻഡറിനെ ഡിസ്കറേജ് ചെയ്ത് നിർത്തണം. സിമിലർ ആയിട്ടുള്ള ഒരു ഒഫൻസ് ഇനി ഒരിക്കലും കമ്മിറ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം അയാൾക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്. IPCയിലെ, ഇന്ത്യൻ പീനൽ കോഡിലെ പണിഷ്മെൻറ്റ്സ് എല്ലാം തിയറി ഓഫ് ഡെറ്ററൻസിൽ ബേസ്ഡ് ആണ്. Deterrence means to frighten or discourage. According to deterrent theory, the object of the law is to frighten or discourage people from committing offenses. The sufferings of the offenders are given as an example to the society, and thus the people are discouraged from committing offenses. Such a punishment acts as a deterrent to the offender, and the offender is prevented from repeating his criminal activities. The punishments provided in the IPC are based on the theory of deterrence. Preventive theory. ഒരു ഒഫൻഡർ ഒരിക്കലൊരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ഫർദറായിട്ട് ക്രൈം ചെയ്യുന്നതിൽ നിന്ന് ആ വ്യക്തിയെ പ്രിവെൻറ്റ് ചെയ്യുക, ഡിസേബിൾ ആക്കിക്കൊണ്ട് ക്രൈംസിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിവെൻറ്റീവ് തിയറി. പബ്ലിക്കിന്
ഒഫൻഡറിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്ന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ലഭിക്കണം. അതുകൊണ്ട് തന്നെ ക്രിമിനലിനെ ഡിസേബിൾ ചെയ്യുക, ഫർദർ ആയിട്ടുള്ള ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഇംപ്രിസൺമെൻറ്റ് പോലെയുള്ള മാർഗങ്ങളിൽ കൂടി ക്രിമിനലിനെ ഡിസേബിൾ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ പ്രിൻസിപ്പിൾ. According to Preventive Theory, the criminal should be disabled from repeating the offense and protection should be given to the public from the criminal activities of the offender. For example, by means of imprisonment, the criminal is disabled from repeating the offense. Fourth one, Reformative Theory. Reformation means correction. So, this theory is also known as Corrective Theory. ഒഫൻഡറിൻ്റെ ക്രിമിനൽ നേച്ചറിനെ റെക്ടിഫിക്കേഷൻ ചെയ്ത് കറക്ഷൻ ചെയ്ത് ആ വ്യക്തിയെ തിരിച്ച് സൊസൈറ്റിയിലേക്ക് ഒരു നല്ല സിറ്റിസണായിട്ട് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് റിഫോർമേറ്റീവ് തിയറിയുടെ ഒരു പ്രിൻസിപ്പിൾ. എല്ലാ രാജ്യങ്ങളിലും അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് റിഫോർമേറ്റീവ് തിയറി. ഇന്ത്യയിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റിഫോർമേറ്റീവ് തിയറിയാണ്. അതായത് ജുവനൈൽ ഒഫൻഡേഴ്സിനെ അവരുടെ ക്രിമിനൽ നേച്ചർ റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് അവരെ തിരിച്ച് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറി തന്നെയാണ് റിഫോർമേറ്റീവ് തിയറി. റിഫോർമേറ്റീവ് തിയറി ആൾസോ നോൺ ആസ് കറക്റ്റീവ് തിയറി. ദിസ് തിയറി ബിലീവ്സ് ഇൻ കറക്റ്റിംഗ് ദ ക്രിമിനൽ നേച്ചർ ഓഫ് ദി ഒഫൻഡർ ആൻഡ് മേക്കിംഗ് ഹിം എ ഗുഡ് സിറ്റിസൺ. Almost all the countries have given importance to this theory. In India, this theory is a great success in cases of juvenile offenders. Fifth one, Compensatory Theory. ഒഫൻഡറിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനോടൊപ്പം വിക്ടിമിന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോമ്പൻസേറ്ററി തിയറി. വിക്ടിമിൻ്റെ ലോസിന് ഒഫൻഡറാണ് റീസൺ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒഫൻഡർ ഈ പറയുന്ന കോമ്പൻസേഷൻ വിക്ടിമിന് കൊടുക്കണം. അതല്ല, ചില കേസസിൽ സ്റ്റേറ്റ് ആയിരിക്കും വിക്ടിമിൻ്റെ ലോസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അത്തരം കേസുകളിൽ സ്റ്റേറ്റ് വിക്ടിമിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കോമ്പൻസേറ്ററി തിയറി എയിംസ് അറ്റ് പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ടു ദ വിക്ടിം, the offender or the state, whoever responsible for the loss of the victim, must pay compensation to the victim. That is the compensatory theory.